ഹലോ ഫ്രണ്ട്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ UK നഴ്സിംഗ് മേഖലയ്ക്കും മലയാളികൾക്കും എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വലിയ വാർത്തയാണ് എനിക്ക് ഇന്ന് ആദ്യമേ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ UK ഏറ്റവും വലിയ നഴ്സിംഗ് യൂണിയനായ നമ്മുടെ RCN ഏകദേശം 500,000 നഴ്സിംഗ് സ്റ്റാഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയ സംഘടനയായ RCNൻ്റെ അമരക്കാരനായി പ്രസിഡൻ്റായിട്ട് നമ്മുടെ ബിജോയ് സെബാസ്റ്റ്യൻ, നമ്മുടെ സ്വന്തം മലയാളി ആലപ്പുഴക്കാരനായിട്ടുള്ള ബിജോയ് സെബാസ്റ്റ്യൻ ഇലക്ട് ആയിരിക്കുകയാണ്. We vote for you. You are the voice for us. Go for the president for RCN. So I would wholeheartedly encourage you to vote for Bijoy Sebastian. ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെ 2 വർഷത്തെ കാലാവധിയിലേക്കാണ് നമ്മുടെ പുതിയ പ്രസിഡൻ്റായിട്ടുള്ള ബിജോയ് സെബാസ്റ്റ്യൻ ഇലക്ട് ആയിരിക്കുന്നത്. ഹെൽത്ത് കെയർ മേഖലയിൽ അതുപോലെ NHSലും വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ നാട്ടിൽ നിന്ന് UK വരാനിരിക്കുന്ന നമ്മുടെ സ്വന്തം നഴ്സുമാർക്കും എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടും വളരെ സന്തോഷം നൽകുന്നതും വളരെ പ്രതീക്ഷയേകുന്നതുമായിട്ടുള്ള ഒരു വളരെ വലിയൊരു ന്യൂസ് തന്നെയാണ് ബിജോയ് സെബാസ്റ്റ്യന് ഈ ഒരു RCN പ്രസിഡൻ്റായി നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വാർത്ത ആദ്യമേ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ പുറത്തു വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഉൾപ്പെടെ ഇപ്പോൾ UK നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നഴ്സിംഗ് ഷോർട്ടേജ് തന്നെയാണ് ഏറ്റവും ചൂടുള്ള വാർത്തയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ലേബർ സർക്കാർ പുതിയൊരു 10-year പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹെൽത്ത് സെക്രട്ടറി മിസ്റ്റർ സ്ട്രീറ്റിങ് പല മാറ്റങ്ങളും അർജൻറ്റായിട്ട് NHSൽ നടപ്പാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നലെ വന്ന ന്യൂസാണ് ഒരു ന്യൂ ലീഗ് ടേബിൾ ഓഫ് NHS ട്രസ്റ്റ് എന്നുള്ള ഒരു പദ്ധതിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത്, അതിൽ അദ്ദേഹം മെയിനായിട്ട് പ്രതിപാദിക്കുന്നത് പുവറായിട്ട് പെർഫോം ചെയ്യുന്ന NHSകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അതുപോലെ ബെസ്റ്റ് പെർഫോമിങ് നല്ല ഹൈ ലെവലിൽ പെർഫോം ചെയ്യുന്ന NHS ഓർഗനൈസേഷന് കൂടുതൽ ഫ്രീഡവും അതുപോലെ തന്നെ കൂടുതൽ ക്യാപിറ്റൽ ഫണ്ടിങ്ങും ഒക്കെ അനുവദിക്കുമെന്നാണ് കഴിഞ്ഞ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഹെൽത്ത് സെക്രട്ടറി മിസ്റ്റർ സ്ട്രീറ്റിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിലാണ് നമ്മുടെ യൂണിയൻസ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിയൻസ് പറയുന്നത് മോർ നേഴ്സസ് നീഡഡ് റാദർ ദാൻ ലീഗ് ടേബിൾ. യൂണിയൻസ് മെയിനായിട്ട് പറയുന്നത് നേഴ്സസിൻ്റെ അഭാവം ഉള്ളിടത്തോളം കാലം നിങ്ങൾ അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ NHSൽ കൊണ്ടുവന്നാലും അതിനൊക്കെ തക്കതായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് നമ്മുടെ യൂണിയൻസ് ഗവൺമെൻറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ RCN NHSൽ ഇപ്പോൾ വൻ നഴ്സിംഗ് പ്രതിസന്ധി അല്ലെങ്കിൽ വൻ നഴ്സിംഗ് ഷോർട്ടേജ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും പുറം ലോകം ഇത് അറിയുന്നില്ലെന്നും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ RCN ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൻ്റെ ന്യൂസസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം, സ്ക്രീനിൽ കാണിക്കാം. NHSൽ ജോലിക്ക് കയറി ചുരുങ്ങിയ കാലയളവിൽ റിസൈൻ ചെയ്ത് ഏകദേശം 10 വർഷം പോലും തികയ്ക്കാതെ കംപ്ലീറ്റ് ചെയ്യാതെ റിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ NHS വിട്ടുപോകുന്ന നഴ്സുമാരുടെ എണ്ണത്തിൽ വലിയൊരു വർധന, ഏകദേശം 43% വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് RCN ഗവൺമെൻറ്റിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ന്യൂസാണ്. അപ്പം ഈ ഒരു കൊഴിഞ്ഞുപോക്കലിന് ഏറ്റവും വലിയ കാരണം NHSൽ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള നഴ്സസ് ഈ സ്ട്രെസ് അനുഭവിക്കാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നഴ്സസിൻ്റെ സ്റ്റാഫ് ഷോർട്ടേജ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് ക്രൈസിസ് തന്നെയാണ്. ഈ ഒരു പ്രതിസന്ധി തടയാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് മേഖലയ്ക്ക് കൂടുതൽ ഫണ്ടിങ്ങും അതുപോലെ തന്നെ സാലറി ഹൈക്കും അതുപോലെ തന്നെ നമ്മുടെ ബെനിഫിറ്റ്സും അതുപോലെ നഴ്സസിൻ്റെ ലോണുകൾ എഴുത്തുള്ള അങ്ങനെ പല പദ്ധതികൾ ആണ് RCN ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് ഷോർട്ടേജ് ഇപ്പോഴത്തെ ഒരു ഏകദേശം 11,000-ലധികം നഴ്സസാണ് കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് ഏകദേശം ചുരുങ്ങിയ കാലയളവോടെ NHS ഉപേക്ഷിച്ച് പോയിരിക്കുന്നതെന്നാണ് RCN മുന്നോട്ട് വെച്ചിരിക്കുന്ന കണക്കുകൾ. അപ്പോൾ ഈ ഒരു ഇതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലേബർ സർക്കാർ കൊണ്ടുവരാതിരിക്കുന്ന ഈ ഒരു 10-year പ്ലാന് അല്ലെങ്കിൽ അതുപോലെ ഈ 40,000 അപ്പോയിൻമെൻറ്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫലം കാണാൻ പോകുന്നില്ലെന്നാണ് RCN ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ടെമ്പററി ആയിട്ട് നിയമിച്ചിട്ടുള്ള ഏജൻസി സ്റ്റാഫിന് ഏകദേശം 3 ബില്യൺ പൗണ്ടിന് മുകളിലാണ് ഗവൺമെൻറ് ചിലവാക്കേണ്ടി വന്നിരിക്കുന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏകദേശം ഒറ്റ ഷിഫ്റ്റിന് 2,000 പൗണ്ടിന് മുകളിൽ വരെ ഒരു നേഴ്സസിന് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയിലോടാണ് ഇപ്പം ഗവൺമെൻറ് കടന്നു പോയിരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ വരുന്ന 10-year പ്ലാനിന് ശേഷം അല്ലെങ്കിൽ 10-year പ്ലാനിൽ ഈ ഒരു ഏജൻസി സ്റ്റാഫിനെ ബാൻ ചെയ്യുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ സ്ട്രീറ്റിങ്
കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പെർമനന്റ് അടിസ്ഥാനത്തിൽ റിക്രൂട്ട്മെന്റുകൾ നടത്താനുള്ള പുതിയ പദ്ധതികൾ 10-year പ്ലാനിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ വെളിവാക്കുന്നത്. സോ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ നഴ്സിംഗ് ഷോർട്ടേജ്, അതുപോലെ ഈ ഒരു ഏജൻസി സ്റ്റാഫിനെ ബാൻ ചെയ്യുന്നത്, അതുപോലെ വളരെ നമുക്ക് നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന UK വരാനിരിക്കുന്ന നഴ്സസിനെ റിക്രൂട്ട്മെൻറ്റുകൾ വീണ്ടും പുനരാരംഭിക്കാനുള്ള ചാൻസുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ന്യൂസുകളിൽ വെളിപ്പെടുത്തുന്നത്. സോ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. സോ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരാനിരിക്കുന്ന 10-year പ്ലാന് കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാലും നമുക്ക് റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ തരാൻ പറ്റും. സോ നമ്മുടെ ചാനൽ കാണുന്നത് ദയവായി നമ്മുടെ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് അപ്ഡേറ്റുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.